ഹലോ. ക്രിസ്മസ് ഒക്കെ ഇങ്ങ് അടുത്തല്ലേ? അപ്പോൾ ഇന്നൊരു വൈൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്ട്രോബെറി വൈനാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോയോളം സ്ട്രോബെറിയാണ് എടുത്തിരിക്കുന്നത്. അതിനായിട്ട് ഈ സ്ട്രോബെറിയുടെ ഈ ലീഫൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കി എടുക്കണം. അപ്പം ഞാനിവിടെ എല്ലാ ലീഫും കട്ട് ചെയ്ത് ഒരു ടിഷ്യൂ പേപ്പറിൽ ഇങ്ങനെ നിരത്തി അതിൻ്റെ വെള്ളാംശമൊക്കെ വാർന്നു പോകും വരെ അങ്ങനെ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നനവുണ്ടായിരുന്നാൽ ചിലപ്പോൾ നമ്മുടെ വൈൻ പൂത്തു പോകാൻ ചാൻസ് ഉണ്ട്. വൈൻ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് ജാറാണ് എടുത്തിരിക്കുന്നത്. ഭരണി ഉണ്ടെങ്കിൽ ഭരണി എടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഭരണി ഇല്ലാത്തത് കാരണം ഞാൻ ഇതുപോലൊരു ചില്ല് കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലും ഒട്ടും തന്നെ നനവ് പാടില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ സ്ട്രോബെറി രണ്ടായിട്ട് കീറി നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എല്ലാ സ്ട്രോബെറിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ അടുത്ത ഷുഗറാണ് ചേർക്കേണ്ടത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ലെയറായിട്ട് ചേർക്കാം. ആദ്യം കുറച്ച് സ്ട്രോബെറി, പിന്നെ പഞ്ചസാര, പിന്നെ സ്ട്രോബെറി, പിന്നെ പഞ്ചസാര, അങ്ങനെ വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ ആദ്യം തന്നെ മുഴുവനായിട്ട് സ്ട്രോബെറി ഇട്ടും കുറച്ച് സ്ട്രോബെറി അല്ലേ ഉള്ളൂ. അപ്പം ഞാൻ ആദ്യം തന്നെ മുഴുവൻ സ്ട്രോബെറിയും ഇട്ടിട്ട് അതിൻ്റെ പുറകെ പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ 1/2 കിലോ പഞ്ചസാര തന്നെയാണ് എടുത്തിരിക്കുന്നത്. മധുരം അനുസരിച്ച് അതിൽ വേണമെങ്കിൽ 1/4 കിലോ എടുക്കാം. ഇപ്പം ഞാൻ 1/2 കിലോ തന്നെയാണ്, 1/2 കിലോ സ്ട്രോബെറിക്ക് 1/2 കിലോ പഞ്ചസാര തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. നമ്മളെടുക്കുന്ന തവിയിലും ഒട്ടും തന്നെ നനവ് പാടില്ല. അതുപോലെ തന്നെ നമ്മൾ കറികളുടെ അംശമോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മുടെ വൈനൊക്കെ അത് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യം കുറച്ച് സ്പൈസസ് ആണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഗോതമ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ കിഴി കെട്ടിയിടാം. ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് അരിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ മുഴുവനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. അത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഈസ്റ്റാണ്. വൈൻ്റെ ഈസ്റ്റ് തന്നെ, വൈൻ ഈസ്റ്റ് തന്നെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ ഞാനിവിടെ ഇപ്പോൾ നമ്മുടെ സാധാരണ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് തരിയായിട്ടുള്ള ഈസ്റ്റാണ് കിട്ടിയത്. അപ്പോൾ ഞാനത് ഫെർമെൻറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കൂടെ ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങ നീര് കൂടെ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പച്ച വെള്ളമൊന്നും ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കരുത്. തിളപ്പിച്ച് നന്നായിട്ട് ആറിയ ശേഷം മാത്രമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് നമ്മുടെ ജാറിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മാത്രമേ നിൽക്കാവൂ, നിറഞ്ഞു പോകരുത്. ഇനി നമുക്ക് നന്നായിട്ട് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു തുണി കൊണ്ട് ഇത് മൂടി കെട്ടി അടച്ച് വയ്ക്കാവുന്നതാണ്. അധികം വെയിലോ വെട്ടോ ഒന്നും അടിക്കാത്ത ഒരു സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. വേണമെങ്കിൽ അത് ഒന്നിരാടം എടുത്ത്, അതായത് ഒന്നിട വിട്ടുള്ള ദിവസങ്ങളിൽ എടുത്ത് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3-ാം ദിവസം എടുത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 21 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എടുക്കുന്നത്. അത് തുറന്നപ്പോൾ തന്നെ നല്ല മണം കിട്ടുന്നുണ്ടായിരുന്നു. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. അപ്പം അതിന് വേണ്ടി നനവൊന്നും ഇല്ലാത്തൊരു പാത്രം എടുക്കണം. അപ്പോൾ അതിലേക്ക് നമുക്ക് അരിപ്പ് വെച്ചിട്ട് അതിലൊരു തുണിയും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാകുമ്പോൾ ചെറിയ തരി പോലും ഉള്ളിലേക്ക് പോകത്തില്ല, വൈനിലേക്ക് പോകത്തില്ല. അപ്പോൾ അതിനായിട്ട് അരിപ്പും അതിന് മേലിൽ തുണിയും വെച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ട് അരിച്ച് പിഴിഞ്ഞെടുക്കാം. ഇതാ നമുക്ക് ഇത്രത്തോളമാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെ നമുക്കിനി കുപ്പികളിലേക്ക് ഒഴിച്ചു വയ്ക്കണം. പ്ലാസ്റ്റിക് കുപ്പികളിലൊന്നും ഒഴിച്ചു വയ്ക്കരുത്. ഞാനിപ്പോൾ ഇവിടെ പല സൈസിനുള്ള 3 കുപ്പികളിലായിട്ടാണ് ഒഴിച്ചു വയ്ക്കുന്നത്. ഇതും നിറയെ എടുക്കരുത്, 1/4 ഭാഗത്തോളം മാത്രമേ എടുക്കാവൂ. അപ്പം ഞാനിവിടെ 3 കുപ്പികളിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അധികം വെളിച്ചമൊന്നും അടിക്കാത്ത സ്ഥലത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കാം. മിനിമം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് മാത്രം എടുത്ത് ഉപയോഗിക്കുക. അപ്പോൾ എല്ലാവർക്കും ക്യൂൻബി സ്റ്റോക്സിൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അഡ്വാൻസ് ആയിട്ട് പറയുന്നു. ഇതോടൊപ്പം ഹാപ്പി ന്യൂ ഇയർ.
സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.